ആലപ്പുഴ തോട്ടപ്പള്ളി കൊലപാതക കേസിൽ പ്രതി മാറിപ്പോയിട്ടില്ല എന്ന് SP മോഹനചന്ദ്രൻ. കൊലപ്പെടുത്തിയത് താനെന്ന് പറഞ്ഞത് അബൂബക്കർ തന്നെയാണ്. തുടരന്വേഷണത്തിൽ കൊലപാതകി അബൂബക്കർ അല്ല എന്ന് കണ്ടെത്തി അബൂബക്കറിനെ കൊലക്കേസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. മോഷ്ടാക്കളായ സൈനുലാബ്ദീനും ഭാര്യയും ചേർന്നാണ് കൊലപാതകം നടത്തിയത്. പ്രതികളുടെ ലക്ഷ്യം മോഷണമായിരുന്നുവെന്നും SP പറഞ്ഞു. അബൂബക്കറിന്റെ എൻട്രി ഉണ്ട് അവിടെ. അബൂബക്കറിന്റെ എൻട്രി അറൗണ്ട് ഒരു 11-12 o'clock ഒരു എൻട്രി ഉണ്ട് അബൂബക്കറിന്റെ. കൺസിഡറബിൾ ടൈം അവിടെ ചെലവഴിക്കുന്നുണ്ട്. അബൂബക്കറിനോട് ഞാൻ ചോദിച്ചതാണ്. കൺക്ലൂസീവ് സൈനുലാബ്ദീനും വൈഫുമാണ് ചെയ്തിരിക്കുന്നത്. ആ വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത്. ആ താമസിച്ച സമയത്ത് ഇവർക്ക് ഇതേമാതിരി സക്കാത്തുമായിട്ടും മറ്റൊക്കെ ആയിട്ട് പള്ളിയിൽ കിട്ടുന്നതിൻ്റെ കുറച്ചൊക്കെ കാശ് കിട്ടുന്നു. ഇവരുടെ കയ്യിൽ എന്തെങ്കിലും തരത്തിലൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇവരുണ്ടൊക്കെ അറിയാം. അശ്വിൻ പാലാടി ആലപ്പുഴയിൽ നിന്ന് ചേരുകയാണ്. അശ്വിൻ, തുടക്കത്തിൽ പ്രതി ചേർക്കപ്പെട്ടിരുന്നത് അബൂബക്കർ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ അബൂബക്കർ അല്ല എന്നുള്ളൊരു സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്ത് തന്നെ വരികയാണ്. എങ്ങനെയാണ് ഈ കേസിന്റെ നാൾ വഴി? കൂടുതൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് പോലീസ് ഉദ്യോഗസ്ഥൻ? ഒരാഴ്ച മുമ്പാണ് ഈ ഒറ്റപ്പുന്ന എന്ന് പറയുന്ന സ്ഥലത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന 60 വയസ്സുകാരിയായ സ്ത്രീയെ കൊല്ലപ്പെട്ട നിലയിൽ വീട്ടിൽ കണ്ടെത്തുന്നത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെയാണ് ഈ കൊല്ലപ്പെട്ട സ്ത്രീയുടെ അയൽവാസിയായ അബൂബക്കറിന് ഈ കേസിൽ ബന്ധമുണ്ടെന്നും ഇവർ കൊല്ലപ്പെടുന്ന ദിവസം അബൂബക്കർ ഈ വീട്ടിലെത്തി എന്നുള്ളൊരു കണ്ടെത്തൽ അന്വേഷണ സംഘത്തിന് ഈ പോലീസ് കണ്ടെത്തുന്നത്. പിന്നീട് ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ ഇയാളാണ് താനാണ് കൊലപാതകം നടത്തിയത് എന്നുള്ള ഒരു തുറന്നു പറച്ചിൽ പോലീസിനോട് നടത്തിയത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഇന്നലെ ഈ കേസുമായി ബന്ധപ്പെട്ട് അമ്പലപ്പുഴ DYSP ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അതിൽ പ്രതി അബൂബക്കറാണ് എന്നുള്ള കാര്യം വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ കൃത്യമായ തെളിവുകളും ലഭിച്ചതായി പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇയാളെ കൊലക്കുറ്റം ചുമത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഇപ്പോഴും കൊലക്കുറ്റത്തിന് റിമാൻഡിൽ കഴിയുകയാണ് അബൂബക്കർ. അതിനിടെയാണ് തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട് നടത്തിയ കൂടുതൽ തെളിവ് ശേഖരണത്തിൽ അബൂബക്കറിന് കൊലപാതകത്തിൽ പങ്കില്ലെന്നും അവിടെ മോഷ്ടിക്കാനെത്തിയ സൈനുലാബ്ദീനും ഭാര്യ അനിഷയുമാണ് ഈ കൊലപാതകത്തിൽ നേരിട്ട് അവർക്കാണ് പങ്കുള്ളത്. ഈ സ്ത്രീയെയും ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത് ഇവർ രണ്ടുപേരുമാണ് എന്നുള്ള ഒരു കണ്ടെത്തൽ അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായത്. എന്തായാലും നിലവിൽ ഇപ്പോഴും ഈ കേസിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അബൂബക്കർ റിമാൻഡിലാണ്. അയാളെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള അപേക്ഷ നൽകും എന്നുകൂടി പോലീസ് പറയുന്നുണ്ട്. എന്തായാലും ഗുരുതരമായ വീഴ്ചയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ സംഭവത്തിൽ ഉണ്ടായത്.